മഴ പെയ്ത് നിലം മൂടുമ്പോൾ മാത്രം കണ്ടതായിരുന്നു കവിയുടെ കണ്ണീരിന്റെ നിറം. കരിമ്പടത്തിൽ കുടഞ്ഞ അക്ഷരങ്ങൾ, മിനുക്കിയും മിനുക്കാതെയും അരികുവൽക്കരിച്ച രൂപങ്ങളെ ആവാഹിക്കുന്ന കല്ലുകൾ, ഇവയൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ദലിത് ജീവിതത്തിന്റെ ശില്പശരീരം നിർമ്മിതമാകുന്നു. ഈ ശില്പത്തിന് ഒരു പേരുണ്ട്, രാഘവൻ അത്തോളി. അത്തോളി എന്ന ഗ്രാമത്തെ തന്റെ പേരിനൊപ്പം ചേർത്ത് പ്രസിദ്ധമാക്കിയ അത്തോളിയുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവും. 1957 കോഴിക്കോട് ജില്ലയിലെ അത്തോളി ഗ്രാമത്തിലാണ് രാഘവൻ അത്തോളി ജനിച്ചത്. തീയന്മാർ വരെ അവൻ പണിക്കൊക്കെ പോയാൽ മുറ്റത്തിന്റെ തിണ്ടുമൽ നിന്നിട്ട് അവരിതായിരുന്നു ഭക്ഷണം കഴിച്ച് എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ പാടില്ലായിരുന്നു. താഴത്തെ ആശാരിമാർ വെള്ളത്തിന് അവിടെ പോകണോ, അവിടെ വെച്ചിട്ട് പാത്രം വെച്ച് മാറി നിന്നിട്ട് ഒരു തോന്നും കോരി തന്നിട്ട് ഒരു പോയ ലക്ഷത്തുണ്ട് വെള്ളം കുടിക്കണം. ഇങ്ങനെയൊക്കെ അനുഭവിച്ചൊരു എഴുത്തുകാരനെ കാണിച്ചു തരാൻ പറ്റുമോ? അമ്മയെ ഞാൻ വയലിൽ പറമ്പത്തോട് പോകുമ്പോൾ അപ്പുറത്തും വേറത്തും വരികയാണെങ്കിൽ ഞങ്ങൾ പാടത്ത് ഇറങ്ങിയിരുന്നു വയലിൽ ഒരു പോയിന്റ് ലക്ഷം കയറാൻ പറഞ്ഞു. അയത്ത് അനുഭവിച്ച ആൾക്കാർ എന്താണ് അയത്തൊന്നും ആൾക്കാർ അറിയണ്ടാവില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കും ഇത്ര എഴുതാൻ പറ്റുന്നത്. ദലിത് ജീവിതാനുഭവങ്ങൾ, ജാതീയ അപമാനങ്ങൾ, രാഷ്ട്രീയ നീതികേടുകൾ എന്നിവയെ കാഠിന്യവും കരുത്തും ചേർന്ന ഭാഷയിലാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യബിംബങ്ങൾ. സവർണ ഭോഗ സാഹിത്യം തന്റെ അമ്മയുടെ ഒരു നിശ്വാസത്തിന്റെയും ഏഴയലത്തു വരില്ല എന്ന് അനുഭവ പാഠത്തിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. 1996 കണ്ടെത്തി എന്ന കവിതാ സമാഹാരത്തോടെ സാഹിത്യത്തിൽ വേദനയുടെ ശബ്ദമായി പെയ്തു തുടങ്ങിയ കവി പിന്നീട് കത്തുന്ന മഴകൾ, കൂമ്പാള, ചോരപ്പരിശം, കലിയാട്ടം, കറുപ്പെഴുത്തുകൾ, മൗനശിലകളുടെ പ്രണയക്കുറിപ്പുകൾ തുടങ്ങി അനവധി കൃതികളിലൂടെ എഴുത്തിന്റെ ചൂടും ചൂരും അനുഭവിപ്പിച്ചു. ചോരപ്പരിശം എന്ന നോവലിന് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം ലഭിച്ചു. ബോധി ബുക്സ് അക്ഷരോപഹാരം, ദ്രാവിഡരത്ന പുരസ്കാരം, ലളിതകല അക്കാദമി ഓണറേറിയം തുടങ്ങിയവ രാഘവൻ അത്തോളിയെ തേടിയെത്തിയ അംഗീകാരങ്ങളിൽ ചിലതാണ്. എസ് ജോസഫ്, MR രേണുകുമാർ തുടങ്ങിയ പുതിയ കാലത്തെ കവികളുടെ ശൈലിയും ഭാഷയും രാഘവൻ അത്തോളിയുടെ തുടർച്ചയാണ്.